എന്താ നമ്മൾ ഐറ്റം ഒന്ന് പറഞ്ഞെടുത്ത സ്നാക്ക് 4 മണിക്കുള്ള സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ട് കഴിക്കാനുള്ള ഒരു സ്നാക്കാണ്. അതിന് നമ്മുടെ സ്കൂൾ ഉച്ചക്ക് 1 മണിക്ക് കഴിയും അല്ലേ? അപ്പൊ ചോറ് തിന്നും, എന്നിട്ട് ഒന്ന് ഉറങ്ങിയിട്ടാണ് ഞങ്ങള് സ്നാക്ക് കഴിക്കാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന. അതുപോലെ 1 കപ്പ് ഗോതമ്പ് പൊടി, സെയിം അളവ് തന്നെ 1 കപ്പ് മൈദപ്പൊടിയും, ഈ 3 പൊടികൾ, പിന്നെ ഒരു 1/2 സ്പൂണ് അപ്പസോഡയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ആദ്യം ടേബിൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരിക്കുക. ഇതുപോലെ നല്ല മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ വേറെ ബൗളിലേക്ക് ഇതൊന്ന് എല്ലാതും പൊടികളും 3 ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടും കുഴയൊന്ന് ശരിയാകാൻ വേണ്ടിയിട്ടും ആണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ആക്കുക. ഇനി ബാക്കിയും കൂടി ഫുള്ള് ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കുഴയൊക്കെ അങ്ങോട്ട് ഉഷാറായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് ഉപ്പിൻ്റെ തരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതങ്ങോട്ട് കുറച്ച് പൊടികളുണ്ട്, വേസ്റ്റ്, ഒരു കറുപ്പ് എന്തോ ഉണ്ട്. അപ്പോൾ അതും ഇങ്ങോട്ട് കളയുക. ഇനി പിന്നെ സ്വല്പം ഉപ്പും കൂടി അതിലേക്ക് ഇടുക. ഇതൊരു ടേബിൾ സ്പൂണ് കരിഞ്ജീരകമാണ്. അതിനൊരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിയതാണ്. അപ്പോൾ ആ പാക്കറ്റ് അങ്ങോട്ട് മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി സ്വല്പം ബാക്കിയുള്ളതുണ്ടായിരുന്നു. ആ കരിഞ്ജീരകം അതിലിട്ട്, ഇതാണ് കരിഞ്ജീരകത്തിൻ്റെ ചെറിയൊരു പാക്കറ്റാണ്, 10 രൂപേൻ്റെ പാക്കറ്റ്. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇനി നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ, നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയൊക്കെ കുഴക്കുന്ന ആ ഒരു മോഡലിൽ ഇത് കുഴച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ വെക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്ന് സോഫ്റ്റ് ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് കുഴ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, ഉപ്പ് പാകത്തിന്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക്. ഇനി വലിയ ഉള്ളി, ഒരു 1/2 വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. ഇത് ഉള്ളീൻ്റെ പറങ്ങുന്ന ഒരു തണ്ടാണ്, സീസണിൽ കിട്ടുന്നതാണ്, അത് നിർബന്ധമല്ല. ഇത് മല്ലിയിലയാണ്. പിന്നെ കുക്കറിലാണ് ഞാൻ മുട്ട വേവിക്കുന്നത്. 1 സ്റ്റീം വന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതിൻ്റെ ഉള്ളൊന്നും പൊട്ടുകയും ചെയ്യില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിയുകയും ചെയ്യും. ഇപ്പോൾ സംഭവം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കണം ചെറുതായിട്ട്. ഏറ്റവും ചെറിയ ഹോളുള്ളതിൽ ചെയ്യാണ് ഏറ്റവും ഉത്തമം. ഇതെല്ലാതും അവിടെ മാറ്റി വെക്കുക. വലിയ ഉള്ളി എടുത്ത അതേ അളവിൽ തന്നെ നമ്മളെ ഉള്ളിത്തണ്ടിൻ്റെ ഇല എടുത്താൽ മതി. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ ഉള്ളിയുടെ ആ ഇല ഉണ്ട്, ഇപ്പോൾ മാർക്കറ്റിൽ സീസണിൽ ഇറങ്ങുന്നതാണ്. അതുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇതേപോലെ. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ പോകുന്നു. അടുപ്പ് എത്തിച്ചിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് സ്വല്പം എണ്ണ അതിലേക്ക്, വെളിച്ചെണ്ണ ഇട്ടുള്ളത്, അതിലേക്ക് ഉള്ളി അങ്ങോട്ടേക്ക് ഇടുക. ഒന്നിങ്ങനെ ജസ്റ്റ് വാടി വന്നാൽ മതി, അധികം വാടണമെന്നില്ല. ശേഷം ഒരാവശ്യത്തിന് സ്വല്പം ഉപ്പിടുക. ഉപ്പിന് ലാസ്റ്റ് കൊണ്ടും ചെക്ക് ചെയ്താൽ മതി. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതും അതിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക് ഒന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടുകയും ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഉള്ളിയുടെ ആ തണ്ട് അരച്ചത്, അതിന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്, വേറൊരു ടേസ്റ്റ് കിട്ടും. അത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അത് കിട്ടുമെന്നുള്ളൂ. നല്ലോണം അങ്ങോട്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇടുക. കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും, മഞ്ഞളും മുളക് പൊടിയും തീരെ ഉപയോഗിക്കരുത്. അപ്പോൾ നല്ലോണം അങ്ങനെ വാടി വന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ കോഴിമുട്ട അങ്ങനെ ചീകിയിട്ടുള്ളത് അതിലേക്ക് ഇടുക. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക.
എല്ലാ ഭാഗവും അങ്ങോട്ട് ഇത് പിടിച്ച് കഴിഞ്ഞ് തോന്നിക്കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിയിലിടണം. മല്ലിയിലിട്ടിട്ട് പിന്നെ അത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. ഇതാണ് നമ്മുടെ മസാല. ഇനി ഞാനൊരു അടുപ്പ് കത്തിച്ചിട്ട് അതിലൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കുറച്ചധികം വെച്ചിട്ടുണ്ട്. മുങ്ങിപ്പൊരിക്കുന്ന മോഡലാണ്. അതവിടെ ചൂടാകാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുഴ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിനെടുത്തിട്ട് ഇങ്ങനെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 2 പീസ് ഒരേ അളവുള്ള 2 പീസ് വേണം. മറ്റേത് നമുക്ക് അവിടെ അടച്ചു വെക്കാം. ഇനി ഇതേപോലെ ഞാനിത് ഒന്നുകൂടി ഒന്നിനെ ബോളാക്കിയിട്ട് ഇത് നല്ലോണമായിട്ട് പരത്തണം. ഇതിന് കുറച്ചൊരു കട്ടി കൂടും. അതെന്താ വെച്ചാൽ ഗോതമ്പൊടി കൂട്ടിയിട്ടാണ് കുറച്ച് കട്ടി കൂടുന്നത്. ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് സ്വല്പം എണ്ണ അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നെയ്യാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെക്കുക. എന്തിനാണ് മടക്കി വെക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട്. ഇത് രണ്ടാമത്തത് ഞാൻ ഇതേപോലെ പരത്തിയിട്ടുണ്ട്. അധികം കട്ടി കുറക്കും വേണ്ട, അധികം കട്ടി കൂട്ടും വേണ്ട. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാൻ പോകണം. ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഞാൻ ഇട്ട് വെക്കുകയാണ്. അതൊന്ന് ഇതിപ്പോൾ ഈ ഒരു മിക്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കാം. ഇത് ഒരു വെറൈറ്റി മോഡൽ മസാല ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ. ഇനി ചിക്കൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ബീഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇനി വെജിറ്റബിൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ഒക്കെ ഒരു പൊടിപൊടിയായിട്ടുള്ള ടൈപ്പായിരിക്കണം, വല്ലാണ്ട് വലിയ പീസായിരിക്കരുത്. അപ്പോൾ ഇതിൽ ഞാൻ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ചിട്ട് വീണ്ടും സ്വല്പം കൂടി ഞാൻ ഒഴിക്കുകയാണ്. ഇതാണ് നമ്മളുടെ മസാല ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച സാധനത്തിന് മുകളിൽ ഞാനൊരു ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്നൊരു ചെറിയൊരു പ്രസ് ചെയ്താൽ മതി. ഒരു 4 എണ്ണായി, ഇപ്പം 5 എണ്ണായി, 6 എണ്ണായി, 7 എണ്ണായി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ മസാല വെക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. അധികം മസാല വെക്കരുത്, കാരണം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് മസാല വെച്ചിട്ട് പോയി പോരുത്. അപ്പോൾ ഒരു സ്വല്പം മസാല വെക്കുക. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പരത്തി വെച്ചിട്ട് ഇതിൻ്റെ അതേ ഇതുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങോട്ട് വെക്കാൻ പോകണം. ഇതേപോലെ ഇങ്ങനെ വെച്ച് ഇതിനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ കവർ ചെയ്യാതിരിക്കരുത്, നേരെ അങ്ങോട്ട് വെക്കുക. ഇത് കുറച്ചും കൂടി ഗോതമ്പൊടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടി കുറയും. പക്ഷേ ഗോതമ്പൊടിൻ്റെ ഒരു സ്പെഷ്യൽ കട്ടിയായിരിക്കും. ഓരോന്നും ഓരോ മോഡലിലാണ്. മൈദയും അരിയും അരിപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ജസ്റ്റ് സെൻറ്ററിൽ നല്ലോണമായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഒട്ടിയിട്ട് ഇങ്ങോട്ട് പോരും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഇത് രണ്ടും കുറച്ചുകൂടി പുറത്തേക്ക് കവർ ചെയ്ത് നിൽക്കുന്ന മോഡലായിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പകുതി വെച്ച് മുറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിയിട്ട് പൊരി ശരിയാവില്ല. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം അങ്ങനെ ഇത് മുറിച്ച് കളയുക. ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനെ പിന്നെ വീണ്ടും ഒന്നുകൂടി കൈകൊണ്ട് കുഴച്ച് ഇതേപോലെ പരത്തിയിട്ട് വീണ്ടും നമുക്ക് മസാല പരത്തി വെക്കാം. അതിൻ്റെ ബാക്കി പീസ് വരികയാണെങ്കിൽ ലാസ്റ്റ് ഒരു 6-ാം നമ്പർ മോഡൽ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നേരത്തെ എണ്ണ ചൂടായി, എല്ലാം ചൂടാക്കുക. പിന്നെ ഒന്ന് എണ്ണ കുറക്കുക, ചൂട് കുറക്കുക. ഇതിൻ്റെ 2 പുറം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായി കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടിയും മൈദപ്പൊടിയും മാത്രം വേണം കൂട്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അധികം കട്ടി ഉണ്ടാവില്ല അതിൻ്റെ പുറം ഭാഗത്തിന്. ഗോതമ്പൊടി കൂട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ഹാർഡായിരിക്കും. ഒരു ചെറിയൊരു കളർ ചേഞ്ച്, ഇതേപോലെ ബ്രൗൺ കളർ വരികയും ചെയ്യും. അപ്പോൾ സംഭവം ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കെച്ചപ്പ് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ കഴിക്കുക, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാം. ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് ഞാനൊന്ന് കട്ട് ചെയ്യാണ്. ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്താൽ. ഗാർലിക് പേസ്റ്റ് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.